ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. നമ്മളിന്ന് വാല്യുവേഷൻ ഓഫ് ഇൻവെൻ്ററീസ് എന്നൊരു ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. ഇൻവെൻ്ററികളെ എങ്ങനെയാണ് വാല്യുവേഷൻ ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ദ ക്ലോസിംഗ് ഇൻവെൻ്ററീസ് ഷുഡ് ബി വാല്യൂഡ് പ്രോപ്പർലി. അതായത് ഒരു വർഷത്തിൻ്റെ അവസാനത്തിലുണ്ടാകുന്ന ക്ലോസിംഗ് ഇൻവെൻ്ററീസ് കൃത്യമായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് വാല്യുവേഷൻ ചെയ്യണം. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയും നമുക്ക് കൃത്യമായിട്ട് തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമാണ് നെക്സ്റ്റ് ഇയറിലെ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് എത്രമാത്രം ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് ബാലൻസ് വരുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് ഇൻവെൻ്ററീസിനെ പ്രോപ്പറായിട്ട് നമ്മൾ വാല്യൂ ചെയ്യണം. ദ വാല്യൂ ഓഫ് മെറ്റീരിയൽ ഹാസ് എ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഓൺ ദ ഇൻകം ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഇൻകത്തിൽ മെറ്റീരിയലിൻ്റെ വാല്യൂവിന് പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. സോ ഇറ്റ് ഈസ് necessary that a method of pricing inventories should be such that it gives a realistic value of inventories. അതായത് ഇൻവെൻ്ററി പ്രൈസിങ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇറ്റ് ഗീവ്സ് എ റിയലിസ്റ്റിക് വാല്യൂ ഓഫ് ഇൻവെൻ്ററീസ്. ഇൻവെൻ്ററികൾക്ക് ഒരു യഥാർത്ഥ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് ഈ പ്രൈസിങ് ഓഫ് ഇൻവെൻ്ററീസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഇറ്റ് ഈസ് നെസസറി ദാറ്റ് എ മെത്തേഡ് ഓഫ് പ്രൈസിങ് ഇൻവെൻ്ററീസ് പ്രൈസിങ് പ്രൊവൈഡ് ചെയ്യുക എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എ റിയലിസ്റ്റിക് വാല്യൂ ഓഫ് ഇൻവെൻ്ററീസിന് റിയലിസ്റ്റിക് വാല്യൂ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആർ അവൈലബിൾ ടു വാല്യൂ ഇൻവെൻ്ററീസ് വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത മെത്തേഡുകൾ അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഗിവ്സ് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ക്ലോസിംഗ് ഇൻവെൻ്ററീസ് പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡുകളെ കുറിച്ചാണ് നമ്മളിതിൽ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില മെത്തേഡുകളാണ് ലിഫോ, ഫിഫോ, ആവറേജ് പ്രൈസ് മെത്തേഡ്, ബേസ് സ്റ്റോക്ക് മെത്തേഡ്, സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡ്, മാർക്കറ്റ് പ്രൈസ് മെത്തേഡ് എന്നിവ. അതിൽ 4 മെത്തേഡിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. ലിഫോ, ഫിഫോ, ആവറേജ് പ്രൈസ് മെത്തേഡായിട്ടുള്ള സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡും വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡുമാണ് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതാണ് വാല്യുവേഷൻ ഓഫ് ഇൻവെൻ്ററീസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ക്ലോസിംഗ് ഇൻവെൻ്ററീസിനെ പ്രോപ്പറായിട്ട് വാല്യൂ ചെയ്യുന്ന രീതിയാണ് വാല്യുവേഷൻ ഓഫ് ഇൻവെൻ്ററീസ് എന്ന് പറയുന്നത്. സോ വാല്യൂ ഓഫ് മെറ്റീരിയൽ ഹാസ് എ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഓൺ ദ ഇൻകം ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഇൻകത്തിൽ മെറ്റീരിയലിൻ്റെ വാല്യൂവിന് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ട്. സോ ഇറ്റ് ഈസ് നെസസറി ദാറ്റ് എ മെത്തേഡ് ഓഫ് പ്രൈസിംഗ് ഇൻവെൻ്ററീസ് ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് ഗീവ്സ് എ റിയലിസ്റ്റിക് വാല്യൂ ഓഫ് ഇൻവെൻ്ററികൾക്ക് റിയലിസ്റ്റിക് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നു എന്നതാണ് പ്രൈസിംഗ് ഇൻവെൻ്ററീസ് എന്ന മെത്തേഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആർ അവൈലബിൾ ടു വാല്യൂ ഇൻവെൻ്ററീസ് വാല്യൂ ചെയ്യാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് അവൈലബിൾ ആണ്. ദീസ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഗിവ്സ് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ക്ലോസിംഗ് ഇൻവെൻ്ററീസിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് ഈ മെത്തേഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ചില മെത്തേഡുകളാണ് ലിഫോ, ഫിഫോ, ആവറേജ് പ്രൈസ് മെത്തേഡ്, ബേസ് സ്റ്റോക്ക് മെത്തേഡ്, സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡ്, മാർക്കറ്റ് പ്രൈസ് മെത്തേഡ്. ഇതിൽ 4 മെത്തേഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. ലിഫോ, ഫിഫോ, ആവറേജ് പ്രൈസ് മെത്തേഡ് ആയിട്ടുള്ള സിമ്പിൾ ആവറേജും വെയ്റ്റഡ് ആവറേജും. ഇതിൻ്റെ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എന്താണ് ഫിഫോ മെത്തേഡ് എന്ന് നോക്കുക. ഫിഫോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? അണ്ടർ ദിസ് മെത്തേഡ് മെറ്റീരിയൽസ് റിസീവ്ഡ് ഫസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. ആദ്യം റിസീവ് ചെയ്ത മെറ്റീരിയൽസ് ആദ്യം ഇഷ്യൂ ചെയ്യും. അത്തരത്തിലുള്ളൊരു മെത്തേഡിനാണ് നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് റിസീവ്ഡ് ഫസ്റ്റ്, റിസീവ് ചെയ്ത മെറ്റീരിയൽസിൻ്റെ അനുപാതത്തിനനുസരിച്ച്, അനുപാതം എന്ന് പറഞ്ഞാൽ ആദ്യം റിസീവ് ചെയ്ത മെറ്റീരിയൽസിനെ ആദ്യം ഇഷ്യൂ ചെയ്യും. ഇൻ അതർ വേർഡ്സ് മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ഫ്രം ദ ഫസ്റ്റ് ലോട്ട് ഓർ ഫസ്റ്റ് കൺസൈൻമെൻറ്റ് ആൻഡ് പ്രൈസ്ഡ് അറ്റ് ആക്ച്വൽ കോസ്റ്റ്. ഇവിടെ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്നത് ഫസ്റ്റ് ലോട്ടിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് കൺസൈൻമെൻറ്റ്, അതായത് ഫസ്റ്റ് ഓർഡർ, ആദ്യം വന്ന ഓർഡർ ആയിരിക്കും ആദ്യം ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് പ്രൈസ്ഡ് അറ്റ് ആക്ച്വൽ കോസ്റ്റ്, യഥാർത്ഥത്തിൽ അതിന് വേണ്ടി വന്നിട്ടുള്ള കോസ്റ്റ് ആയിരിക്കും, അതിൻ്റെ ബേസിലായിരിക്കും അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് ചെയ്യുന്നുണ്ടാവുക. സോ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ ഫസ്റ്റ് ലോട്ട് ദ സെക്കൻഡ് ലോട്ട് ഈസ് ഇഷ്യൂഡ് ആൻഡ് സോ ഓൺ. ഫസ്റ്റ് ലോട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ലോട്ട് ഇഷ്യൂ ചെയ്യും. അങ്ങനെ തുടർച്ചയായിട്ട് എത്ര ലോട്ടുണ്ടോ അത്രയും ലോട്ടുകൾ ഇഷ്യൂ ചെയ്യും. ഈ രീതിയാണ് നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ദ മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ ആർ റിസീവ്ഡ് ഇൻ ദ സ്റ്റോർസ്. സ്റ്റോറിൽ റിസീവ് ചെയ്ത ഓർഡറിനനുസരിച്ചിട്ട് മെറ്റീരിയൽസിനെ ഇഷ്യൂ ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ സ്റ്റോറിൽ അല്ലെങ്കിൽ ഗോഡൗണിൽ റിസീവ് ചെയ്തിരിക്കുന്ന രീതിക്കനുസരിച്ച് അല്ലെങ്കിൽ ഓർഡറിനനുസരിച്ചിട്ട് മെറ്റീരിയൽസിനെ ഇഷ്യൂ ചെയ്യുന്ന മെത്തേഡാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി ക്ലോസിംഗ് സ്റ്റോക്ക് വിൽ ബി വാല്യൂഡ് അറ്റ് ലേറ്റസ്റ്റ് പ്രൈസസ്. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളത് വാല്യൂ ചെയ്യുന്നത് ലേറ്റസ്റ്റ് പ്രൈസിലായിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൈസ്, ഏറ്റവും അവസാനത്തെ പ്രൈസിലായിരിക്കും ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളത് വാല്യൂ ചെയ്യുന്നുണ്ടാവുക. ദിസ് മെത്തേഡ് ഈസ് ആൾസോ നോൺ ആസ് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. ഈ മെത്തേഡിന് നമുക്ക് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നും പറയാം. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് അസംഷൻ ഓഫ് ഫിഫോ ഈസ് ഓൺലി ഫോർ അക്കൗണ്ടിങ് പർപ്പസസ്. അതായത് ഫിഫോ മെത്തേഡിൻ്റെ അസംഷൻ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? അക്കൗണ്ടിങ് പർപ്പസസിന് വേണ്ടിയിട്ടാണ്. ദ ഫിസിക്കൽ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് നീഡ് നോട്ട് നെസസറിലി ബി ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ ആർ റിസീവ്ഡ്.
In times of falling price, FIFO method is found to be useful because the cost of materials issued to different jobs will be high and profit will be lower, resulting lower tax liability. അതായത് പ്രൈസ് ഫാൾ ചെയ്യുന്ന സമയത്ത് വില കുറയുന്ന സന്ദർഭത്തിൽ ഫിഫോ മെത്തേഡ് എന്നുള്ളത് യൂസ്ഫുൾ ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ളത് ഇഷ്യൂ ചെയ്തത് ഡിഫറെൻറ്റ് ജോബ്സിലേക്കായിരിക്കും. ദാറ്റ് വിൽ ബി ഹൈ. അത് ഹൈ ആയതുകൊണ്ട് തന്നെ വില കുറയുന്ന സമയത്ത് ഈ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ആൻഡ് പ്രോഫിറ്റ് വിൽ ബി ലോവർ, റിസൾട്ടിങ് ലോവർ ടാക്സ് ലയബിലിറ്റി. ലോവർ ടാക്സ് ലയബിലിറ്റി കാരണം കൊണ്ട് പ്രോഫിറ്റ് എന്തായി മാറും? ലോവറായിട്ടും മാറും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡ് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് റിസീവ് ചെയ്ത മെറ്റീരിയൽസിനെ ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നു. മെറ്റീരിയൽസ് ഇഷ്യൂഡ് ഫ്രം ദ ഫസ്റ്റ് ലോട്ട് ഓർ ഫസ്റ്റ് കൺസൈൻമെൻറ്റ് ആൻഡ് പ്രൈസ് അറ്റ് ആക്ച്വൽ കോസ്റ്റ്. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ ഫസ്റ്റ് ലോട്ട് ദ സെക്കൻഡ് ലോട്ട് ഈസ് ഇഷ്യൂഡ് ആൻഡ് സോ ഓൺ. ഫസ്റ്റ് ലോട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ലോട്ട് ഇഷ്യൂ ചെയ്യുകയും അതിനുശേഷം അടുത്ത ലോട്ടിലേക്ക് പോവുകയും ചെയ്യും. Thus, materials are issued in the order in which they are received in the stores. സ്റ്റോറിൽ റിസീവ് ചെയ്ത ഓർഡറിനനുസരിച്ചിട്ട് മെറ്റീരിയൽസിന് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി ക്ലോസിംഗ് സ്റ്റോക്ക് വിൽ ബി വാല്യൂഡ് അറ്റ് ലേറ്റസ്റ്റ് പ്രൈസസ്. അതേപോലെ തന്നെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നത് വാല്യൂ ചെയ്യുന്നത് ലേറ്റസ്റ്റ് പ്രൈസിലായിരിക്കും, ഏറ്റവും അവസാനത്തെ പ്രൈസിലായിരിക്കും. ദിസ് മെത്തേഡ് ഈസ് ആൾസോ നോൺ ആസ് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. ഈ മെത്തേഡ് നമുക്ക് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നും പറയാം. നെക്സ്റ്റ് പറയുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മെത്തേഡാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. ഇതെന്താണെന്ന് നോക്കാം. ദിസ് മെത്തേഡ് ഈസ് ജസ്റ്റ് റിവേഴ്സ് ഓഫ് ഫിഫോ മെത്തേഡ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അണ്ടർ ലിഫോ മെത്തേഡ് മെറ്റീരിയൽസ് ആർ റിസീവ്ഡ് ലാസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. ഏറ്റവും അവസാനം റിസീവ് ചെയ്ത മെറ്റീരിയൽസിനെ ഏറ്റവും ആദ്യം ഇഷ്യൂ ചെയ്യും. മറ്റതിൽ ഫസ്റ്റ് റിസീവ് ചെയ്ത മെറ്റീരിയൽസിനെ ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും അവസാനം റിസീവ് ചെയ്ത മെറ്റീരിയൽസിനെയാണ് ഏറ്റവും ആദ്യം ഇഷ്യൂ ചെയ്യുക. ദസ് മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് അറ്റ് ദ ലേറ്റസ്റ്റ് കൺസൈൻമെൻറ്റ് പ്രൈസസ്. ഏറ്റവും അവസാനം ലഭിച്ച ഓർഡറിൻ്റെ പ്രൈസിനനുസരിച്ചാണ് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്തത്. ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് ദ ഓൾഡ് കൺസൈൻമെൻറ്റ് പ്രൈസസ്. ഏറ്റവും ആദ്യത്തെ ഓർഡറിൻ്റെ പ്രൈസിനനുസരിച്ചാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളത് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ സോ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് ദ ഓൾഡസ്റ്റ് കൺസൈൻമെൻറ്റ് പ്രൈസസ്. ഓൾഡസ്റ്റ് കൺസൈൻമെൻറ്റ് പ്രൈസസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. ഇഷ്യൂ ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും അവസാനം റിസീവ് ചെയ്ത മെറ്റീരിയൽസ് ഏറ്റവും ആദ്യം ഇഷ്യൂ ചെയ്യും. ഫസ്റ്റ് റിസീവ് ചെയ്ത മെറ്റീരിയൽ ഏറ്റവും അവസാനമായിരിക്കും ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇഷ്യൂഡ് അറ്റ് ദ ലേറ്റസ്റ്റ് കൺസൈൻമെൻറ്റ് പ്രൈസസ്, ഏറ്റവും അവസാനത്തെ കൺസൈൻമെൻറ്റ് പ്രൈസസിനായിരിക്കും ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. ക്ലോസിംഗ് സ്റ്റോക്ക് പക്ഷേ വാല്യൂ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഓൾഡസ്റ്റ് കൺസൈൻമെൻറ്റ് പ്രൈസസിലായിരിക്കും, ഏറ്റവും ആദ്യത്തെ ഓർഡറിൻ്റെ പ്രൈസസിലായിരിക്കും. After the latest consignment is exhausted, the price of the previous batch is used and so on. ലേറ്റസ്റ്റ് കൺസൈൻമെൻറ്റ് എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ബാച്ചിൻ്റെ പ്രൈസ് എന്നുള്ളത് യൂസ് ചെയ്യുകയും അതിന് തുടർച്ചയായിട്ട് നെക്സ്റ്റ് ബാച്ച് അങ്ങനെ പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഹവർ ദ മെറ്റീരിയൽസ് ആക്ച്വലി ഇഷ്യൂഡ് നീഡ് നോട്ട് നെസസറിലി ബി ഓൺ ദ ബേസിസ് ഓഫ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആക്ച്വലി ഇഷ്യൂ ചെയ്ത മെറ്റീരിയൽസ് എന്നുള്ളത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് തന്നെ ആകണം എന്നുള്ളത് നെസസറി അല്ല. ഓൺലി ഫോർ അക്കൗണ്ടിങ് പർപ്പസ് ദ പ്രൈസ് ഓഫ് മെറ്റീരിയൽസ് റിസീവ്ഡ് ലാസ്റ്റ് ആർ ഫസ്റ്റ് യൂസ്ഡ്. അതായത് ഏറ്റവും അവസാനം റിസീവ് ചെയ്ത മെറ്റീരിയൽസിൻ്റെ പ്രൈസ് ഫസ്റ്റ് യൂട്ടിലൈസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് പർപ്പസസിന് വേണ്ടി മാത്രമായിട്ടാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇൻ ടൈംസ് ഓഫ് റൈസിങ് ദ പ്രൈസസ് ലിഫോ മെത്തേഡ് ഈസ് പർട്ടിക്കുലർലി യൂസ്ഫുൾ. പ്രൈസ് കുറയുന്ന സമയത്താണ് ഫിഫോ മെത്തേഡ് യൂസ്ഫുൾ എങ്കിൽ പ്രൈസ് റൈസ് ചെയ്യുന്ന സമയത്താണ് ലിഫോ മെത്തേഡ് യൂസ്ഫുള്ളായി മാറുന്നത്. പ്രൊഡക്ഷൻ ഈസ് ചാർജ്ഡ് അറ്റ് ദ പ്രൈസസ് ഓഫ് ലേറ്റസ്റ്റ് പർച്ചേസസ് വിച്ച് ആർ സെയിം ആസ് ഓർ ക്ലോസ് ടു കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. പ്രൊഡക്ഷൻ എന്നുള്ളത് ചാർജ് ചെയ്യുന്നത് ലേറ്റസ്റ്റ് പർച്ചേസസിൻ്റെ മുകളിലായിരിക്കും. പ്രൊഡക്ഷൻ ചാർജസ് എന്നുള്ളത് ലേറ്റസ്റ്റ് പർച്ചേസിന് മുകളിൽ വിച്ച് ആർ സെയിം ആസ് ഓർ ക്ലോസ് ടു ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. കറൻറ്റ് മാർക്കറ്റ് പ്രൈസിനോട് തുല്യമായിരിക്കും. Thus the material cost will be high and profit will be lower. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ കോസ്റ്റ് ഹൈ ആവുകയും പ്രോഫിറ്റ് ലോവർ ആവുകയും ചെയ്യും. ദിസ് റെഡ്യൂസസ് ദ ടാക്സ് ലയബിലിറ്റി. ഫർദർ ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് ദ ഏർലിയസ്റ്റ് പ്രൈസസ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളത് ഏർലിയസ്റ്റ് പ്രൈസസ് അല്ലെങ്കിൽ ലോവർ പ്രൈസസിൽ വാല്യൂ ചെയ്യുകയും ചെയ്യും. ഹെൻസ് വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് വിൽ ബി ലോവർ. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്നുള്ളത് ലിഫോ മെത്തേഡിൽ എന്തായിരിക്കും? ലോവർ ആയിരിക്കും. ദസ് ബുക്ക് പ്രോഫിറ്റ് ഈസ് റെഡ്യൂസ്ഡ്. ബുക്ക് പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യുകയും ആസ് എ റിസൾട്ട് ടാക്സ് ലയബിലിറ്റി ഈസ് ലോവർ. ടാക്സ് ലയബിലിറ്റി എന്തായി മാറുകയും ചെയ്യും? ലോവറായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിൽ ഫസ്റ്റ് റിസീവ് ചെയ്ത മെറ്റീരിയൽ ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും ലാസ്റ്റ് റിസീവ് ചെയ്ത മെറ്റീരിയലാണ് ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുക. അതുപോലെ തന്നെ
ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്നുള്ളത് നോർമലി ലിഫോ മെത്തേഡിൽ ലോവർ ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടാക്സ് ലയബിലിറ്റി ലോവർ ആവുന്നുണ്ട്, ബുക്ക് പ്രൈസും എന്ത് ചെയ്യുന്നുണ്ട്, ബുക്ക് പ്രോഫിറ്റും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. മറ്റതിലാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് എന്നുള്ളത് നീഡ് നോട്ട് ബി നെസസറി ഇൻ വിച്ച് ദേ ആർ റിസീവ്ഡ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ബിക്കോസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഇഷ്യൂ ടു ഡിഫറെൻറ്റ് ജോബ്സ് വിൽ ബി ഹൈ ആൻഡ് പ്രോഫിറ്റ് വിൽ ബി ലോവർ റിസൾട്ടിങ് ലോവർ ടാക്സ് ലയബിലിറ്റി. അതാണ് രണ്ട് മെത്തേഡും തമ്മിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആവറേജ് പ്രൈസ് മെത്തേഡാണ്. ആവറേജ് പ്രൈസ് മെത്തേഡ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡും പിന്നെ ഒന്ന് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡും. അപ്പോൾ എന്താണ് സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡ് എന്ന് നോക്കാം. Under this method, the issue price is calculated by dividing the total unit of prices of materials in the stock from which materials are issued by the number of prices entering in the calculation. അതായത് ആവറേജ് പ്രൈസ് മെത്തേഡിൽ സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡും ഉണ്ട്, അതുപോലെ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡും ഉണ്ട്. ഈ മെത്തേഡ് പ്രകാരം ഇഷ്യൂ പ്രൈസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡിങ് ദ ടോട്ടൽ യൂണിറ്റ് ഓഫ് പ്രൈസ് ഓഫ് മെറ്റീരിയൽസിൻ്റെ ടോട്ടൽ യൂണിറ്റ് ഓഫ് പ്രൈസസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഇൻ ദ സ്റ്റോക്ക് ഫ്രം വിച്ച് മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ബൈ ദ നമ്പർ ഓഫ് പ്രൈസസ് എൻ്ററിങ് ഇൻ ദ കാൽക്കുലേഷനിൽ എൻ്റർ ചെയ്ത നമ്പർ ഓഫ് പ്രൈസസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇഷ്യൂ പ്രൈസ് എന്നുള്ളത് നമുക്ക് കിട്ടുന്നത്. അവിടെ ഇഷ്യൂ പ്രൈസ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിവൈഡിങ് ദ ടോട്ടൽ ഓഫ് യൂണിറ്റ് പ്രൈസസ് ഓഫ് മെറ്റീരിയലിൻ്റെ യൂണിറ്റ് പ്രൈസിൻ്റെ ടോട്ടലിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്ത മെറ്റീരിയൽസിൻ്റെ നമ്പർ ഓഫ് പ്രൈസസ് കൊണ്ട് കാൽക്കുലേഷനിൽ എൻ്റർ ചെയ്ത നമ്പർ ഓഫ് പ്രൈസസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡ് പ്രകാരം ഇഷ്യൂ പ്രൈസ് എന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇഷ്യൂ പ്രൈസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ ഓഫ് യൂണിറ്റ് പ്രൈസസ് ഓഫ് മെറ്റീരിയൽസിൻ്റെ ടോട്ടലിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണേ? നമ്പർ ഓഫ് പ്രൈസസ് എൻ്ററിങ് ഇൻ ദ കാൽക്കുലേഷനിൽ എൻ്ററിങ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് പ്രൈസസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡ് പ്രകാരം എന്ത് ചെയ്യാൻ കഴിയുന്നത്? സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡ് പ്രകാരം നമുക്ക് ഇഷ്യൂ പ്രൈസ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ് കോളം റേറ്റ് ഈസ് നോട്ട് ഗിവൻ. ഇൻ ദ ബാലൻസ് കോളം റേറ്റ് ഈസ് നോട്ട് ഗിവൻ. ബാലൻസ് കോളത്തിൽ എന്ത് പ്രൊവൈഡ് ചെയ്യില്ല? റേറ്റ് എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യില്ല. ഡിഫറെൻറ്റ് കൺസൈൻമെൻറ്റ്സ് ആർ നോട്ട് ഷോൺ സെപ്പറേറ്റ്ലി ഇൻ ദ ബാലൻസ് കോളം. അതായത് ഡിഫറെൻറ്റ് ഓർഡറുകളെ സെപ്പറേറ്റ് ആയിട്ട് ബാലൻസ് കോളത്തിൽ കാണിക്കില്ല, ബട്ട് ആർ മിക്സഡ്. പക്ഷേ അത് എന്ത് ചെയ്യുക ചെയ്തത്? മിക്സഡ് ചെയ്യുന്നത്. ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ ഇഷ്യൂ പ്രൈസ്, ഇഷ്യൂസ് ആർ പ്രിസ്യൂംഡ് ടു ഹാവ് ബീൻ ഡൺ ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അതായത് ഇഷ്യൂ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂസിനെ ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. വെൻ എവർ ഇഷ്യൂ പ്രൈസ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ്, ഇഷ്യൂ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അറ്റൻഷൻ ഷുഡ് ബി പെയ്ഡ് നോട്ട് ഓൺലി ഓൺ ക്വാണ്ടിറ്റി അണ്ടർ ബാലൻസ് കോളം ബട്ട് ആൾസോ ഓൺ ക്വാണ്ടിറ്റി ആൻഡ് റേറ്റ് അണ്ടർ റെസിപ്റ്റ് കോളം. അതായത് ബാലൻസ് കോളത്തിലുള്ള ക്വാണ്ടിറ്റി മാത്രമല്ല, റെസിപ്റ്റ് കോളത്തിലുള്ള ക്വാണ്ടിറ്റിയും റേറ്റും നമ്മൾ എന്ത് ചെയ്യണം? അതിനും നമ്മൾ അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യണം. വെൻ എവർ ദ ഇഷ്യൂ പ്രൈസ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ്, ഇഷ്യൂ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അറ്റൻഷൻ ഷുഡ് ബി പെയ്ഡ് നോട്ട് ഓൺലി ഓൺ ക്വാണ്ടിറ്റി അണ്ടർ ബാലൻസ് കോളം, ബാലൻസ് കോളത്തിലുള്ള ക്വാണ്ടിറ്റിക്ക് മാത്രമല്ല, ബട്ട് ആൾസോ ഓൺ ക്വാണ്ടിറ്റി ആൻഡ് റേറ്റ് അണ്ടർ റെസിപ്റ്റ് കോളം. റെസിപ്റ്റ് കോളത്തിലുള്ള ക്വാണ്ടിറ്റിക്കും റേറ്റിനും നമ്മൾ എന്ത് കൊടുക്കണം? അറ്റൻഷൻ എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യണം. അതാണ് സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ ആവറേജ് പ്രൈസ് ചേഞ്ചസ് വെൻ എ ന്യൂ കൺസൈൻമെൻറ്റ് ഈസ് റിസീവ്ഡ്. ഒരു ന്യൂ കൺസൈൻമെൻറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുതിയ ഓർഡർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് പ്രൈസ് എന്ത് ചെയ്യപ്പെടും? സ്വാഭാവികമായിട്ടും ചേഞ്ച് ചെയ്യപ്പെടുകയും ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡ്. എന്താണ് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡ് എന്ന് നോക്കാം. Under weighted average price method, issue price is calculated by dividing the value of material in stock by quantity of material in stock. അതായത് വാല്യൂ ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്കിനെ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്യൂ പ്രൈസ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദിസ് മെത്തേഡ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ബോത്ത് ദ ക്വാണ്ടിറ്റി ആൻഡ് പ്രൈസ് ഓഫ് മെറ്റീരിയൽസ് ഇൻ സ്റ്റോക്ക്. ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസും പ്രൈസ് ഓഫ് മെറ്റീരിയൽസും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ദ സെയിം ഇഷ്യൂ പ്രൈസ് ഈസ് അപ്ലൈഡ് ടു ആൾ ഇഷ്യൂസ്. എല്ലാ ഇഷ്യൂസിനും സെയിം ഇഷ്യൂ പ്രൈസ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് അൺടിൽ എ ന്യൂ കൺസൈൻമെൻറ്റ് ഈസ് റിസീവ്ഡ്. ഒരു പുതിയ ഓർഡർ റിസീവ് ചെയ്യുന്നത് വരെ എല്ലാ ഇഷ്യൂസിനും സെയിം ഇഷ്യൂ പ്രൈസ് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ വെൻ ദർ ആർ വൈഡ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ പ്രൈസസ് ഓഫ് മെറ്റീരിയൽസിൻ്റെ പ്രൈസസിൽ വൈഡ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോഴാണ് ഈ മെത്തേഡ് എന്നുള്ളത് സ്യൂട്ടബിളായിട്ട് മാറുന്നത്. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡ് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇഷ്യൂ പ്രൈസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ വാല്യൂ ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക്.
വാല്യൂ ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്കിനെ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇഷ്യൂ പ്രൈസ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെത്തേഡ് പ്രകാരം ബോത്ത് ദ ക്വാണ്ടിറ്റി ഓഫ് ആൻഡ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്സ് ആർ ടേക്സ് ഇൻ ടു അക്കൗണ്ട്. മെറ്റീരിയൽ ഇൻ സ്റ്റോക്കിൻ്റെ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി എന്നുള്ളത് നമ്മൾ അക്കൗണ്ടിലേക്ക് എടുക്കുന്നു. ദ സെയിം ഇഷ്യൂ പ്രൈസ് ഈസ് അപ്ലൈഡ് ടു ആൾ ഇഷ്യൂസ് അണ്ടിൽ എ ന്യൂ കൺസൈൻമെൻറ്റ് ഈസ് റിസീവ്ഡ്. ഒരു പുതിയ ഓർഡർ റിസീവ് ചെയ്തത് വരെ ഇതേ മെത്തേഡ് എന്നുള്ളത് സെയിം ഇഷ്യൂ പ്രൈസ് എന്നുള്ളത് എല്ലാ ഇഷ്യൂസിനും അപ്ലൈ ചെയ്യുകയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ വെൻ ദർ ആർ വൈഡ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ പ്രൈസസ് ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസിൻ്റെ പ്രൈസസിലെ വൈഡ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോഴാണ് ഈ മെത്തേഡ് കൂടുതൽ സ്യൂട്ടബിളായിട്ട് മാറുന്നത്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ് കോളത്തിൽ റേറ്റ് എന്നുള്ളത് നൽകില്ല. ഡിഫറെൻറ്റ് കൺസൈൻമെൻറ്റ്സ് ആർ നോട്ട് ഷോൺ സെപ്പറേറ്റ്ലി ഇൻ ദ ബാലൻസ് കോളം ബട്ട് ആർ മിക്സഡ് അപ്പ്. ഡിഫറെൻറ്റ് കൺസൈൻമെൻറ്റ്സുകൾ ബാലൻസ് കോളത്തിൽ സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യില്ല, പക്ഷേ അതിനെ മിക്സ് ചെയ്യുക ചെയ്യുന്നത്. വെൻ മെറ്റീരിയൽസ് ആർ റിസീവ്ഡ് ക്വാണ്ടിറ്റി ഓഫ് റെസിപ്റ്റ് ഈസ് ആഡഡ് ടു ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക്. മെറ്റീരിയൽസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് റെസിപ്റ്റ് എന്നുള്ളത് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്കിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും വാല്യൂ ഓഫ് റെസിപ്റ്റ് ഈസ് ആഡഡ് ടു ദ വാല്യൂ ഓഫ് സ്റ്റോക്ക്. വാല്യൂ ഓഫ് റെസിപ്റ്റ് വാല്യൂ ഓഫ് സ്റ്റോക്കിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ വെൻ മെറ്റീരിയൽസ് ആർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ക്വാണ്ടിറ്റി ഇഷ്യൂഡ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക്. ഇഷ്യൂ ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റി എന്നുള്ളത് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്കിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുകയും ആൻഡ് ഓൺലി ദ റിസൾട്ടൻറ്റ് ഫിഗർ ഈസ് ഗിവൻ ഇൻ ദ ബാലൻസ് കോളം. റിസൾട്ടൻറ്റ് ഫിഗർ മാത്രം ബാലൻസ് കോളത്തിൽ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ വാല്യൂ ഓഫ് ഇഷ്യൂ ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ആൻഡ് ഓൺലി ദ ബാലൻസ് എമൗണ്ട് ഈസ് ഷോൺ ഇൻ ദ ബാലൻസ് കോളം. അതായത് വാല്യൂ ഓഫ് ഇഷ്യൂ എന്നുള്ളത് വാല്യൂ ഓഫ് സ്റ്റോക്കിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുകയും ബാലൻസ് എമൗണ്ട് മാത്രം ബാലൻസ് കോളത്തിലേക്ക് എടുത്തെഴുതുകയും ചെയ്യും. ലോസ് ആണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഓൺലി ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി എന്ന രീതിയിൽ മാത്രം, അല്ലെങ്കിൽ ഇഷ്യൂ കോളത്തിൽ മാത്രമായിരിക്കും അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ദ ലോസ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് ആൻഡ് ദ റിസൾട്ടൻറ്റ് ഫിഗർ ഈസ് ഷോൺ ഇൻ ദ ബാലൻസ് കോളം. ലോസ് എന്നുള്ളത് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്കിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുകയും റിസൾട്ടൻറ്റ് ഫിഗർ ബാലൻസ് കോളത്തിൽ കാണിക്കുകയും ചെയ്യും. നോ ചേഞ്ച് ഈസ് മെയ്ഡ് ഇൻ ദ വാല്യൂ. ദിസ് ട്രീറ്റ്മെൻറ്റ് ഈസ് ഫോളോഡ് വെൻ ദ ലോസ് ഈസ് അസ്യൂംഡ് ടു ബി നോർമൽ ലോസ്. ഇൻ ദ കേസ് ഓഫ് അബ്നോർമൽ ലോസ് ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ജസ്റ്റ് ലൈക്ക് ഇഷ്യൂ. അബ്നോർമൽ ലോസ് ആവുന്ന സമയത്ത് അതിനെ നമ്മൾ ഇഷ്യൂ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. എനിവേ ലോസ് ഈസ് ഫസ്റ്റ് റെക്കോർഡഡ് ഇൻ ദ ഇഷ്യൂ കോളം ആൻഡ് ദെൻ അഡ്ജസ്റ്റഡ് ഇൻ ദ ബാലൻസ് കോളം. ലോസ് ആദ്യമായിട്ട് ഇഷ്യൂ കോളത്തിൽ റെക്കോർഡ് ചെയ്യും, അതിനുശേഷം ബാലൻസ് കോളത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് 4 തരത്തിലുള്ള മെത്തേഡുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ലിഫോ മെത്തേഡ്, ഫിഫോ മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡ്, സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡ്, ഇത് 4 തരത്തിലുള്ള പ്രോബ്ലംസും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ലിഫോ മെത്തേഡ് വെച്ചിട്ട് സ്റ്റോർസ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാനും, ഫിഫോ മെത്തേഡ് ഉപയോഗിച്ച് സ്റ്റോർസ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാനും, സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാനും, അതുപോലെ തന്നെ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് സ്റ്റോർസ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാനുമുള്ള 4 പ്രോബ്ലംസ് നമുക്കുണ്ട്. അത് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് വാല്യുവേഷൻ ഓഫ് ഇൻവെൻ്ററി എന്ന് പറയുന്നത്. ഇൻവെൻ്ററി വാല്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 4 മാർഗ്ഗങ്ങൾ. മറ്റ് 2 മെത്തേഡിനെ കുറിച്ച് നമുക്ക് പ്രതിപാദിച്ചിട്ടില്ല, ടെക്സ്റ്റിൽ പ്രതിപാദിച്ചിട്ടില്ല. 2 മെത്തേഡുകൾ കൂടി ഉണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല. സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് മെത്തേഡ്, അതിനെക്കുറിച്ച് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ 4 മെത്തേഡ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഒന്ന് ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, പിന്നെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഫിഫോ. അത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാറില്ല. ലിഫോ മെത്തേഡ് പ്രകാരവും ഫിഫോ മെത്തേഡ് പ്രകാരവും സ്റ്റോർസ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അത് നമുക്ക് ക്ലാസ്സിൽ അതിൻ്റെ പ്രോബ്ലം ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡ്, സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡ്, ഈ 4 കാര്യങ്ങളുടെ തിയറി ഭാഗമാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇൻവെൻ്ററി വാല്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. വാല്യുവേഷൻ ഓഫ് ഇൻവെൻ്ററി വാല്യൂ ചെയ്യുന്നതിൻ്റെ രീതികളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇനി ഇതിനൊക്കെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഫിഫോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളാണ്, ഈസി ടു ഓപ്പറേറ്റ് ആണ്, ലോജിക്കലാണ്, മെറ്റീരിയൽസ് ആക്ച്വൽ കോസ്റ്റിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസിൽ വാല്യൂ ചെയ്യുന്നുണ്ട്, ഫാളിംഗ് പ്രൈസസ് ഉണ്ടാകുന്ന സമയത്ത് മെത്തേഡ് ബെറ്റർ റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഈസ് മോർ യൂസ്ഫുൾ ഫോർ സ്ലോ മൂവിങ് മെറ്റീരിയൽസ് വിത്ത് ഹൈ യൂണിറ്റ് പ്രൈസ്. ഉയർന്ന യൂണിറ്റ് പ്രൈസുള്ള സ്ലോ മൂവിങ് മെറ്റീരിയൽസിനാണ് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ ഫ്ലോ ഓഫ് മെറ്റീരിയൽസിനെ കൺഫേം ചെയ്യുന്നുണ്ട്. ഇതാണ് ഫിഫോൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് പോസിബിലിറ്റി ഓഫ് ക്ലറിക്കൽ എറേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആർക്കറിയാം, അത് ക്ലറിക്കൽ എറേഴ്സ് ധാരാളമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇഷ്യൂ പ്രൈസ് ഡസ് നോട്ട് റിഫ്ലക്ട് ദ കറൻറ്റ് മാർക്കറ്റ് കണ്ടീഷൻസിന് ചിലപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യില്ല. കമ്പാരിസൺ ഓഫ് ഡിഫറെൻറ്റ് ജോബ്സ് യൂസിങ് ദ സെയിം മെറ്റീരിയൽസ് ബിക്കംസ് സംടൈംസ് ഡിഫിക്കൽട്ട്. അതായത് ഒരേ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സെയിം മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെ ഡിഫറെൻറ്റ് ജോബ്സിനെ കമ്പയർ ചെയ്യുന്നതിന് ഡിഫിക്കൽട്ടായിട്ട് മാറും. ഇറ്റ് ഈസ് അൺസ്യൂട്ടബിൾ ഇൻ ടൈംസ് ഓഫ് റൈസിങ് പ്രൈസസ്.
പ്രൈസ് റൈസ് ചെയ്യുന്ന സമയത്ത് അത് അൺസ്യൂട്ടബിൾ അല്ലാതായിട്ട് മാറും. ഫാളൻ പ്രൈസസിൻ്റെ കേസിലാണ് ഫിഫോ മെത്തേഡ് സ്യൂട്ടബിളായിട്ട് മാറുന്നത്. പ്രൈസ് ഓഫ് മെറ്റീരിയൽ റിട്ടേൺസ് ഈസ് ഡിഫിക്കൽട്ട്. മെറ്റീരിയൽ റിട്ടേൺസ് ചെയ്യുന്നതിൻ്റെ പ്രൈസ് ഡിഫിക്കൽട്ടായിട്ട് മാറും. അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി ലിഫോ ആണെന്നുണ്ടെങ്കിൽ ഇഷ്യൂ പ്രൈസ് വിൽ റിഫ്ലക്റ്റ് ദ കറൻറ്റ് പ്രൈസ്. ഇഷ്യൂ പ്രൈസ് എന്നുള്ളത് കറൻറ്റ് പ്രൈസിനെ റിഫ്ലക്റ്റ് ചെയ്യും. ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഇൻ ടൈംസ് ഓഫ് റൈസിങ് പ്രൈസസ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സന്ദർഭത്തിലായിരിക്കും കൂടുതൽ സ്യൂട്ടബിളായിട്ട് മാറുക. ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്. എളുപ്പത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും കഴിയുന്ന ഒന്നാണ്. മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് അറ്റ് ആക്ച്വൽ പ്രൈസ്. ആക്ച്വൽ പ്രൈസിനായിരിക്കും ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. പോസിബിൾ ടു ഫിക്സ് ദ സെല്ലിംഗ് പ്രൈസ് ഈസിലി. സെല്ലിംഗ് പ്രൈസ് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പോസിബിൾ ആകാം. പിന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ക്ലറിക്കൽ വർക്ക് ഉണ്ട് അതിൽ. പിന്നെ അതുപോലെ തന്നെ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡസ് നോട്ട് റിഫ്ലക്റ്റ് ദ കറൻറ്റ് മാർക്കറ്റ് കണ്ടീഷൻസ്. വെൻ ദ നമ്പർ ഓഫ് പർച്ചേസസ് ആർ മോർ ദിസ് മെത്തേഡ് ഈസ് നോട്ട് സ്യൂട്ടബിൾ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കമ്പയർ ദ കോസ്റ്റ് ഓഫ് ജോബ്സ് ഇൻ ടൈംസ് ഓഫ് ഫാളിംഗ് പ്രൈസസ്. ദിസ് മെത്തേഡ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ പ്രൈസിംഗ് വൺസ് ഇഷ്യൂ മോർ ദാൻ വൺ പ്രൈസസ് മേ ഹാവ് ടു ബി യൂസ്ഡ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും ഇതിൻ്റെ വീഡിയോ നിർബന്ധമായിട്ടും ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.